പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നവംബർ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ ജീവിത വ്യാപാരങ്ങളെ, വിനിമയങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, അങ്ങയുടെ മക്കൾ ഇന്ന് ലോകം മുഴുവനുള്ളവർ ഈ സമയത്ത് ഏകാഗ്രതയോടെ കൈകൾ കൂപ്പി അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവേ, കൃപാസനം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ ഈ മക്കളുടെ എല്ലാ വ്യതകളെയും വേദനകളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് ഈ മക്കളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ തിരുവിലാലും മുറിവിനെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ നിയോഗങ്ങളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ കരജനങ്ങളെ ആണിപ്പെടുതൽ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ നിയോഗങ്ങളോട് കരുണയായിരിക്കണം പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ, പരിശുദ്ധമ്മ ദേവമാതാവേ, ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കടലിലും കരയിലും നടത്തിയിട്ടുള്ള മുഴുവനും ദൈവശുശ്രൂഷയുടെ അസ്ഥിവാരത്തിലെ അടിസ്ഥാനത്തിൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഗർഭിണികളെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, അവരെ സ്പർശിക്കണമേ. ഗർഭിണികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് അനക്കമില്ലാത്ത പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, അവരുടെ വയറിനെ സ്പർശിക്കണം. ഈശോയെ, കുഞ്ഞുങ്ങൾ അനങ്ങട്ടകരെ എലിസബത്തിൻ്റെ ശിശു മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ കർത്താവെ തുള്ളിച്ചാടിയതുപോലെ കർത്താവെ, അനക്കമറ്റ കുഞ്ഞുങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന അപോഷം കാരണം, പലതരത്തിലുള്ള വിഷമ കാരണം ഗർഭം ധരിച്ചിട്ടും അനക്കമില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ, ഗർഭിണികളെ അങ്ങ് സ്പർശിക്കണമെന്ന്, ഗർഭത്തെ ശിശുക്കളെ അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കണ്ണച്ചുവയുടെ മക്കളില്ലാത്തവർ, കർത്താവ്, ഒരു അഡ്മിഷൻ പോലും കിട്ടാതെ ഇത് നടക്കുന്നവർ, എന്ത് പഠിക്കണമെന്നറിയാതെ, അതിന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പണമില്ല. അതേസമയം തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റണില്ല. അപ്പോൾ ജീവിത സാഹചര്യം ശരിയാകുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും കുടുംബത്തിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്തു, പഠിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു. പക്ഷെ പഠിച്ചിട്ട് കർത്താവ് അതിന് പറ്റുന്ന രീതിയിൽ പഠിക്കാൻ പറ്റണില്ല. വിദേശ രാജ്യങ്ങളിൽ പഠനം കഴിഞ്ഞവർ കർത്താവ്, അവിടെ ഒരു ജോലി കിട്ടാതെ തിരിച്ചു പോയിട്ട് ഇവിടെ അവസരം 30 ലക്ഷം 40 ലക്ഷം കടമുള്ളവർ, കടമെടുത്ത് പഠിക്കാൻ പോയവർ, പഠനത്തിൽ നിന്ന് കർത്താവ് ഇന്നും ജോലിയില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. ഈശോയെ, അവിടെ വിസ കിട്ടാതെ, വർക്ക് വിസ കിട്ടാതെ നിൽക്കുന്നുണ്ട്. ഈശോയെ, അങ്ങനെ എല്ലാ മക്കളും കാരാഗ്രഹത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. ഈശോയെ, ജയിലകപ്പെട്ടിട്ടുണ്ട്. ഈശോയെ, ജീവിതം വഴിമുട്ടി നിൽക്കുന്നുണ്ട്. ഈശോയെ, എല്ലാ തരത്തിലുള്ളവർ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർ ഈ പ്രഭാതത്തിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ അമ്മയുടെ കൈക്ക് പിടിച്ച് ഞാൻ ഏൽപ്പിക്കുന്നത് കർത്താവ്. ദൈവത്തിൻ്റെ കണ്ണുമക്കളിലേക്ക് ആവശ്യം 38 വർഷം അർപ്പിച്ച കൃപാരുടെ യുഗതിയ കൃപാസമർത്താര ജീവരുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ വിവിധ രോഗങ്ങൾ, ഭാരങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, തൊഴിലില്ലാത്ത അവസ്ഥകൾ, കുടുംബത്തിൻ്റെ സമാധാനങ്ങൾ, കർത്താവ്, കമ്പോളങ്ങളും കടകളും വ്യാപാരങ്ങളൊക്കെ നടത്തിയിട്ട് മുടിഞ്ഞു പോയവർ, കടമായി പോയവർ, ഇനി ജീവിക്കാത്ത മാർഗമൊന്നും അറിയാൻ പാടില്ലാതെ, എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ ലോട്ടറി ടിക്കറ്റ് വരെ എടുത്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇതെല്ലാം മാർഗങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്ന മക്കൾ കർത്താവെ, അവർക്കൊരു വരുമാനമില്ലാത്ത എല്ലാവരെയും കർത്താവ് നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യപ്പെട്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു.